ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശു സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിന് സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज के यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. ആദ്യമായിട്ടാണ് ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:30 ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അങ്ങേ കുടുംബത്തിന് സ്വാഗതം. നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെയും കുടുംബത്തെ, എൻ്റെ പേര് ഹരീഷ്, ഇത് രതിയ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കർത്താവിൻ്റെ സുവിശേഷമല്ല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിന് ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിൻ്റെ എല്ലാ വർക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അങ്ങേ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളും മാസങ്ങളും 2025 വർഷങ്ങളും എല്ലാ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസവും ദിവസവും ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ അനുഗ്രഹിക്കുന്നു. अगर आप पहली बार इस एपिसोड को आप देख रहे हैं तो इनका नाम हरीश है, मेरा नाम रति है. हम दोनों मिलके जो फरीदाबाद हरियाणा स्टेट में पड़ता है वहाँ पे मिलके सेवकाई करते हैं और हम बहुत ही आनंदित है कि आज आप इस एपिसोड में हमारे साथ जुड़े हैं. आपका दिन आशीषित हो और हम मिलके नॉर्थ इंडिया के सेवकाई के लिए आप प्रार्थना करते रहिएगा और अपने योगदान को भी आप लगातार भेजते रहिएगा. ഇന്നത്തെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ മെസ്സേജ് അങ്ങേ കുടുംബത്തിനും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കുമെന്ന്. ഇന്ന് നമ്മുടെ എല്ലാ മാസവും ഞങ്ങളുടെ ഇവാഞ്ചലിസത്തിൻ്റെ വർക്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സാറാമ്മ ആൻ്റണിക്കും ന്യൂ സ്റ്റാർ ചിപ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്പോൺസർ ചെയ്യുന്ന പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നു. പക്ഷേ ഈ ആൻറ്റിയും കുടുംബത്തിനെയും ഞാൻ ഇന്ന് പേരെടുത്ത പ്രാർത്ഥനയിൽ ഓർക്കാനുള്ള എൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ, ആൻറ്റി വളരെ സമയമായിട്ട് അവർ കേരളത്തിലിരിക്കുന്നു, എറണാകുളത്തിരിക്കുന്ന ആൻറ്റിയാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന, വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ ബിസിനസ് ഞാൻ പോയി കണ്ട് പ്രാർത്ഥിച്ച്, ഞാൻ കേരളത്തിലിടയ്ക്ക് വരുന്ന സമയത്ത് പോയി വിസിറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഫാക്ടറിയും കുടുംബവും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനും ആ മിനിസ്ട്രി അവരുടെ ഫാമിലിക്കും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തി. കർത്താവും തമ്പുരാനും ദൈവമായ യേശുവെ, ആൻറ്റി സാറാമ്മയും കുടുംബത്തെയും ന്യൂ സ്റ്റാറിനെയും അങ്കിളിനെയും മക്കളെയും എല്ലാ കൊച്ചുമക്കളെയും എല്ലാം അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിന് ഇനിയും ഒത്തിരി ഉന്നതി വരട്ടെ കർത്താവെ. ഇനിയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും കൊടുക്കാനും ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. 2025 അവരുടെ ബിസിനസ്സിനെ പുതിയ ലെവലുകളിലേക്ക് നീ വളർത്തണമേ, അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എനിക്കും കുടുംബത്തിനും മിനിസ്ട്രിക്കും നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വർക്കുകൾക്കും വേണ്ടി ആൻറ്റിയും കുടുംബവും ഒരു അനുഗ്രഹമായി നിൽക്കുന്നതിന് നന്ദി. അവരെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങേക്കും കുടുംബത്തിനും ഞങ്ങളുടെ പല ഇപ്പം ഈ ഞങ്ങളുടെ സ്ട്രീറ്റ് ഇവാഞ്ചലിസത്തിന് ടീമുണ്ട്. ഞങ്ങൾ പാംഫ്ലെറ്റ്, ട്രാക്സ് ഒക്കെ വിതരണം ചെയ്യും. ഇതിലൊരു സ്ഥലത്ത് മുഴുവൻ കർത്താവിൻ്റെ എന്തുകൊണ്ട് യേശുവിനെ കർത്താവായി അറിയണം, പലരുടെയും പല അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇത് ഞങ്ങളുടെ കഷ്ട നിവാരണ സഭ എന്ന് പറയുന്നത്, എൻ്റെ സ്പിരിച്വൽ ഫാദറാണ് അപ്പോസ്റ്റൽ അങ്കുർ എന്നുള്ള എൻ്റെ ഫോട്ടോയും പിന്നെ ഞങ്ങളുടെ ചർച്ചിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഏത് ദിവസങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. ഇത് നമ്മുടെ സ്ട്രീറ്റ് ഇവാഞ്ചലിസം ടീം പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു പാംഫിൽ ₹1.30 ഞങ്ങൾ ഒരു മാസം മിനിമം 20,000 അടിക്കും. അതിനുവേണ്ടി ഒരു 36,000-40,000 രൂപയ്ക്ക് അടുത്ത് ചിലവാകും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞ് നിൽക്കും. ആ പ്രിൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഡിസൈന് കാര്യങ്ങൾ. അതിനുവേണ്ടി നിങ്ങൾക്കും കുടുംബത്തിനും പാർട്ട്ണർ ചെയ്യാം. ചിലപ്പം നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ, കാരണം പലരും ഇപ്പോൾ പല അനാവശ്യ കാര്യങ്ങളിലും എന്താ പറയുന്നത്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പുകൾ പറയുന്നതിലും ആ ചർച്ച ഈ ചർച്ചിനെ കുറെ പറയുന്നതിലും ബിസിയാണ്. പക്ഷേ അത് മാറ്റി നിർത്തി നോർത്ത് ഇന്ത്യയിൽ, കാരണം ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു 145 കോടി ജനങ്ങളുള്ളതിൽ ചിലപ്പോൾ 100 കോടി ജനങ്ങളും ഈ ഹിന്ദി സംസാരിക്കുന്ന ഭാഷയിലാണ്. അപ്പോൾ കർത്താവ് ഞങ്ങളെ അയച്ചു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങയുടെയും കുടുംബത്തിൻ്റെയും സഹായവും പ്രാർത്ഥനയും സാമ്പത്തിക സഹായങ്ങളും വേണം. സോ പറ്റുന്നത് ചെയ്യുക. കർത്താവ് അങ്ങയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ മെസ്സേജ്, ഞാൻ ഹൗ ടു അൺലോക്ക് യുവർ നെക്സ്റ്റ് ലെവൽ, നമ്മുടെ അടുത്ത ലെവലിലേക്ക്, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്ന അടുത്ത സ്ഥലങ്ങളിലേക്ക്, അടുത്ത ലൈഫിലുള്ള ലെവലിലേക്ക് എങ്ങനെ പോകാം എന്നാണ് ഇന്നത്തെ മെസ്സേജ്. और आज का जो संदेश है, जो पवित्र आत्मा की अगुवाई से मैं आपके बीच में जो भेजने वाला हूँ, उसका टाइटल है कि हम अपने आशीषों को हम कैसे खोल सकते हैं. मतलब अगले स्तर पे जाने के लिए वो चाबियाँ या कुंजियाँ क्या है जिससे हम अपने जीवन में अगले लेवल पे जा सकते हैं, वो आज हम सीखेंगे. ഹഗായി അധ്യായം 2:9, ബുക്ക് ഓഫ് ഹഗായി ചാപ്റ്റർ 2:9, ദ ഗ്ലോറി ഓഫ് ദിസ് ലാറ്റർ ഹൗസ് ഷാൽ ബി ഗ്രേറ്റർ ദാൻ ദ ഫോർമർ. എന്ന് വെച്ചാൽ ഇനി വരുന്ന, ആ ബൈബിളിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, നേരത്തെ ഉള്ള വീടിനേക്കാളിലും ഇനി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന മഹിമയുള്ള ഭവനം ഇനിയും മഹിമയുള്ളതായിരിക്കും. ദൈവം എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ ഒരേ ലെവലിൽ ഇരിക്കാതെ
ഒരേ ലെവലിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന അങ്ങ് 1 കോടി രൂപയുടെ ടേൺ ഓവറിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത ലെവലിലേക്ക് പോവുക. ഒരു വീട്ടമ്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുക. നിങ്ങൾ എപ്പോഴും ആത്മീയത്തിലും ഭൗതികത്തിലും എല്ലാ ഏരിയകളിലും മുന്നോട്ട് പോകാനാണ് ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ്. और हग्गई की पुस्तक में हग्गई 2 के 9 में ऐसा लिखा है कि इस भवन की महिमा जो पहले थी उससे कई ज़्यादा मैं बढ़ाऊंगा. इसका मतलब परमेश्वर चाहता है कि हमारे जीवन में भी जो पिछला कार्य जो हुआ उससे कई ज़्यादा बढ़कर जो आने वाले सालों में आने वाले टाइम में होगा उससे ज़्यादा होना चाहिए. चाहे वो परमेश्वर का अनुग्रह हो, आशीष हो, दया हो, कुछ भी हो, वो परमेश्वर और करना चाहता है. इस आयत से हमें ये समझ आता है. നമ്മൾ പലപ്പോഴും നോക്കുന്ന സമയത്ത് ലൈഫിൽ എല്ലാവർക്കും നെക്സ്റ്റ് ലെവലുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ചില ചർച്ചകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് അവർ ആ 50 ആളുകളുമായിട്ടിരുന്ന് ആരാധിക്കുന്നു. ചില ഷോപ്പ് ബിസിനസ്സുകാരെ നോക്കുവാണെങ്കിൽ അവർ കഴിഞ്ഞ 30 വർഷമായിട്ട് ആ ഒരു ചെറിയ ഷോപ്പിൽ അത്രയും ആളുകളുമായിട്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ട് പോകുന്നു. ചില ബിസിനസ്സുകൾ വളരുന്നില്ല, ഗ്രൂപ്പുകൾ വളരുന്നില്ല, ചില ചർച്ചുകൾ വളരുന്നില്ല, ചില കുടുംബങ്ങൾ വളരുന്നില്ല, അവർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ, ദൈവം വിചാരിക്കുന്നത്, കർത്താവിൻ്റെ എനിക്ക് നിങ്ങൾക്കുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മഹാനായ പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും കുടുംബങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. और कई बार जब आप देखते हैं कुछ लोगों को आप देखते हैं, कुछ कलीसियाओं को आप देखते हैं, कुछ ग्रुप को देखते हैं, कुछ ऑर्गेनाइजेशन को देखते हैं, आप देखते हैं कि जो पिछला उन्होंने किया उससे ज़्यादा वो आगे नहीं बढ़ पा रहे हैं. जहाँ पे पहले थे या वहीं पे अटके हुए हैं या उससे नीचे चले गए बट आगे नहीं जा पा रहे हैं. बट परमेश्वर हमसे चाहता है कि हम अगले लेवल में, अगले स्तर में पहुँचे. हम उसी लेवल में या उसी स्तर में ना रहें बट हम अगले स्तर पे जाएँ. ഹല്ലേലൂയ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസസിന് ഒരിക്കലും പ്രോമിസ് ലാൻഡിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രദേശത്തേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അനുസരണക്കേറിൻ്റെ കാരണവും അദ്ദേഹത്തിൻ്റെ ദൈവം പറഞ്ഞത് നല്ല രീതിയിൽ കേട്ട് ചെയ്യാത്തത്, അദ്ദേഹം സ്വന്തം ബുദ്ധി അതിനകത്ത് ഇട്ടതും അതൊക്കെ കാരണമാണ് അതിൻ്റെ. അതുപോലെ പലർക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ലൈഫിൽ ദൈവം പറഞ്ഞ പ്രോമിസുകളിലേക്ക്, ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ആ ലെവലുകളിലേക്ക് എൻ്റർ ചെയ്യാൻ, ഓരോ ലെവലിലേക്കും പോകാൻ ഓരോ ഏരിയ ഓപ്പൺ ചെയ്യുന്നതിന് അതിനൊരു ചാവി അല്ലെങ്കിൽ ഒരു കീ, അതിനൊരു സ്പെഷ്യൽ ഗ്രേസ് ആവശ്യമാണ്. ഇന്ന് അതിനാവശ്യമായിട്ടുള്ള 5 കീ, 5 ചാവി, 5 താക്കോലുകൾ ഞാൻ ഇന്ന് അങ്ങേയും കുടുംബമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് ഷെയർ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വിശ്വാസമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് അങ്ങേയും കുടുംബവും അങ്ങയുടെ ബിസിനസ്സും മിനിസ്ട്രിയും എല്ലാ ഏരിയയും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और जैसे आप जानते हैं कि जो मूसा था जिसको परमेश्वर ने बोला था कि मैं उस वायदों के देश में तुझे लेके जाऊंगा, जो प्रॉमिस लैंड है मैं लेके जाऊंगा. मूसा को परमेश्वर ने दूर से दिखाया बट मूसा वहां जा नहीं पाया, जबकि परमेश्वर ने उसको वायदा किया था बट फिर भी वो जा नहीं पाया. क्यों? हम कह सकते हैं उसके अनाज्ञाता के कारण, उसके कुछ कार्य जो परमेश्वर ने उसको बोला उसने वैसे नहीं किया, उस कारणवश. बट बाइबल में बहुत सारे लोगों के विषय में हम पढ़ते हैं जिनको कहीं पहुंचना था बट कुछ कारणवश वो नहीं पहुंच पाए. सो आज हम बाइबल से ये सीखेंगे. मैं आपको 5 कुंजियां आप बताऊंगा या 5 चाबियां आपको बताऊंगा जिससे आप अपने जीवन में अगले स्तर पे या आशीषों के अगले स्तर पे आप पहुंच सकते हैं. ബൈബിളിന് ബുക്ക് ഓഫ് മാത്യു, മത്തായിയുടെ സുവിശേഷം 16:19 എഴുതിയിരിക്കുന്നത്, ഐ വിൽ ഗിവ് യു ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ചാവിയാൽ, നിങ്ങളുടെ കയ്യിലേക്ക് താക്കോലുകൾ തരും. സ്വർഗ്ഗരാജ്യത്തിനെ അടയ്ക്കാനും തുറക്കാനുമുള്ള, അനുഗ്രഹങ്ങളെ അടയ്ക്കാനും തുറക്കാനുമുള്ള താക്കോലുകൾ ഞാൻ തരും. താക്കോലില്ലാതെ നമുക്കൊരു വീട് തുറക്കാൻ പറ്റും. നിങ്ങളുടെ വീടിൻ്റെ താക്കോലില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. സോ ദൈവം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് താക്കോലുകൾ തരാൻ പോവുകയാണ്. സോ ഈ സമയത്ത് എൻ്റെ വിശ്വാസമാണ് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള താക്കോലുകൾ അങ്ങേക്ക് കുടുംബത്തിനും ദൈവം തരാൻ പോകുന്നുവെന്ന്. और जैसे मत्ती के पुस्तक में 16 में ऐसे लिखा है कि मैं तुम्हें उस स्वर्ग राज्य की कुंजियां दूंगा और उससे जो कुछ तुम खोलोगे वो खुल जाएंगे और जो कुछ बांधोगे वो बंद जाएंगी. इसका मतलब परमेश्वर हमें कुछ चाबियां देता है और उसको इस्तेमाल करके हम बहुत सारी चीज़ें अपने जीवन में खोल सकते हैं और बहुत सारी चीज़ें हम बंद भी कर सकते हैं. तो परमेश्वर का अनुग्रह, परमेश्वर का ग्रेस ही है. तो उस चाबियों के बारे में आज हम सीखेंगे. ഒന്നാമത്തത് ഡിസേണിങ് ദ ടൈം, സമയത്തിനെ അറിയുക. നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയുന്ന ഗ്രോത്തിൻ്റെ സമയമല്ല, എപ്പോഴും നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സമയമല്ല. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയാം. और जो पहली कुंजी जो मैं आपको बताऊंगा या पहली चाबी ये है कि समय को जानना, जो सही समय है उसको जानना बहुत ही अनिवार्य है. കാരണം പലപ്പോഴും നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് അമ്മയാകാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഇപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുഞ്ഞ് അമ്മയാകാനുള്ള സമയം അത് 20 വയസ്സ്, 21 അല്ലെങ്കിൽ 25, ആ കല്യാണം ആ സമയങ്ങളിലായിരിക്കും. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ വയറ്റിൽ ഓവറി ഉണ്ട്, ആ കുഞ്ഞിൻ്റെ വയറ്റിൽ എഗ്ഗുണ്ട്. പക്ഷേ അതിനിപ്പം അമ്മയാകാൻ പറ്റത്തില്ല. ഇപ്പം അത് മോളായിട്ട് കുഞ്ഞായിട്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിലും
നമ്മൾ ചിലപ്പോഴും എന്താ പറയുന്നത്, ഈ മലയാളത്തിൽ ഒരു പറച്ചിലുണ്ടല്ലോ, ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടുക എന്ന് വെച്ചാൽ ഇരുന്നില്ല അതിന് മുമ്പേ കാല് നീട്ടിയാൽ വീഴത്തേ ഉള്ളൂ. ചില ബിസിനസ്സുകാർ സമയത്തിന് മുമ്പ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും, ബിസിനസ് ഫെയിലായി പോകും. പല പല കാര്യങ്ങൾ സമയത്തല്ലാതെ ചെയ്യാൻ നോക്കും, അതെല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ. സോ അതിനൊരു സമയം, അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രേസ് ആണ്. ഇതെൻ്റെ പ്രൊമോഷൻ്റെ സമയമാണ്, നിന്റെ മുന്നോട്ട് പോകാനുള്ള സമയമാണെന്ന് ദൈവം നമ്മളെ മനസ്സിലാക്കി തരും. സോ ഫസ്റ്റ് സമയത്തിനെ മനസ്സിലാക്കണം. और जैसे मैं उदाहरण देता हूँ कि एक बच्ची, जो बेटी एक पैदा होती है, वो तुरंत पैदा होकर माँ नहीं बन सकती, उसको कई साल इंतज़ार करना पड़ता है, जबकि उसके पेट में वो यूट्रस है, वो अंडा है, बट उस टाइम पे वो नहीं कर सकती. उस टाइम पे उसको दूध पीना है, वो बड़ी होगी, उसके बाद समय आने पे ही वो माँ बन सकती है. उसी प्रकार हमें समझना है हमारा समय कब है, कुछ कार्य करने का एक समय है, वो समय समझ के हम कार्य करेंगे तो हम आशीषित होते हैं. ഹല്ലേലൂയ. അതിൽ സമയം മനസ്സിലാക്കുന്നത്, നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ സ്പിരിറ്റിൽ, ആത്മാവിൽ ചില കാര്യങ്ങളിടും. ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു, ഞാൻ അത് ചെയ്യാൻ പോകുന്നു, നീ ഇതിനനുസരിച്ച് സ്റ്റെപ്പ് എടുക്കുക. സോ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവം സ്പിരിറ്റിനോടാണ് സംസാരിക്കുന്നത്, ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. സോ അത് മനസ്സിലാക്കി അതിനുവേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുക. അതുപോലെ പാറ്റേൺസ് നമ്മുടെ ലൈഫിൽ നമ്മൾ പണ്ട് ഒന്നാമത്തെ ലെവലിൽ നിന്ന് രണ്ടാമത്തെ ലെവലിൽ വന്നിരിക്കുകയായിരിക്കും കുറേ നാൾ. സോ ഒന്നാമത്തെ ലെവലിൽ ഇരുന്ന സമയത്ത് ദൈവം ചില പാറ്റേണുകൾ കാണിക്കും, ചില ആളുകളെ ലൈഫിൽ കൊണ്ടുവരും, ചില ആളുകളെ ലൈഫിൽ നിന്ന് മുന്നോട്ട് മാറ്റും. സോ അങ്ങനെയുള്ള പാറ്റേണുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. और इसीलिए समय को जानना बहुत ज़रूरी है. और समय को कैसे पहचानेंगे? जब हम प्रार्थना में बैठते हैं, परमेश्वर की अगुवाई हमें होती है और परमेश्वर हमें बोलता है कि मैं इस समय तेरे जीवन में ये कार्य करना चाहता हूँ. और जब उस समय को हम समझ के वो कार्य को करते हैं, हम सफलता को प्राप्त करते हैं. और उसी प्रकार जीवन में जो पैटर्न्स है उसको समझना, जब हम समझते हैं कि अच्छा पिछले हमने ये कार्य किया तो इसका रिजल्ट ऐसे आया, दोबारा अगर वो करूँगा, तो पैटर्न हमें समझना बहुत ज़रूरी है अपने जीवन में. രണ്ടാമത്തെ ചാവി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ചാവിയാണ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ. ദൈവം തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വിശ്വാസയോഗ്യതയോടെ ഇരിക്കുക. और दूसरा जो कुंजी है या दूसरा जो चाबी है वो ये है, जो थोड़ा परमेश्वर ने आपके हाथों में दिया उसमें विश्वास योग्य हो जाओ. ലൂക്കോസ് 16:10, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 10. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. അതിന്റെ 12 എഴുതിയേക്കുന്ന 10-ന്റെയും 12 ഞാൻ പഠിക്കുക. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? लूका 16:10 में ऐसे लिखा है, जो थोड़े से थोड़े में सच्चा है वो बहुत में भी सच्चा है, और जो थोड़े से थोड़े में अधर्मी है वह बहुत में भी अधर्मी है. और 12 में ऐसे लिखा है, और यदि तुम पराये धन में सच्चे न ठहरे तो जो तुम्हारा है उनमें उसे तुम्हें कौन देगा. ചെറിയ ദൈവം ഇപ്പൊ തന്നിരിക്കുന്ന ചെറിയ അനുഗ്രഹങ്ങളുടെ വിശ്വാസ്യതയോടെ ഇരിക്കുക. നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു മൊബൈൽ റിപ്പയറിങ് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെയിൽസ്മാൻ്റെ ജോലിയായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വന്തം മൊബൈലിൽ നോക്കി റീലും കണ്ട് മൊബൈൽ ഓണർ ഇല്ലാത്ത സമയത്ത് സമയം വേസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും രാവിലെ 10 മുതൽ രാവിലെ 8 മണി വരെ ആക്കാൻ നോക്കി സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞാൽ ദൈവം നിങ്ങളെ ഒരിക്കലും സ്വന്തമായിട്ട് കട തരത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതിലും നല്ല ജോലികൾ തരത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ കാണുന്ന പലരുടെയും പ്രശ്നങ്ങളെന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നത്, എല്ലാവർക്കും ആദ്യം തന്നെ CEO ആകണം, ആദ്യം തന്നെ 1 കോടി രൂപ ടേൺ ഓവറുള്ള കടയാകണം, അല്ലെങ്കിൽ ആദ്യം തന്നെ 10,000 പേര് വന്ന് ആരാധിക്കുന്ന സഭയാകണം. അതൊന്നും ദൈവം ഒരിക്കലും അതല്ല ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ അദ്ദേഹം പടിപടികളാണ് ഉയർത്തുന്നത്. ചെറുതായി തന്നുകൊണ്ടിരിക്കും, അതിൽ നമ്മൾ നോക്കും, അതിൽ ഒബ്സർവ് ചെയ്യും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ ഒരു മഹാൻ കൃപ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലെവലിൽ ഫെയിൽ ആയാലും പിന്നെ സമയം തന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര പെട്ടെന്ന് പഠിക്കുന്നോ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. और इसमें वचन में लिखा है, जो थोड़े में विश्वास योग्य उसको और दिया जाएगा. मैं एक उदाहरण दूंगा. अगर एक आप व्यक्ति है जो एक मोबाइल शॉप में काम करते हैं, आपका काम है कि मोबाइल को बेचना, बट वो व्यक्ति जो है वो सुबह से लेकर शाम तक रील देख के बैठा रहता है, सोशल मीडिया में अलग अलग पेजेस पे बैठा रहता है, और फिर वो सोचता है कि मेरे को प्रमोशन मिले या मेरे को अनुग्रह मिले. वो नहीं हो सकता, क्योंकि आपको जो कार्य दिया, उस व्यक्ति को जो कार्य दिया, उस कार्य में वो विश्वास योग्य नहीं है. उसको लगता है कि कैसे भी करके 10 बजे से 8 बजे तक मैं समय काट दूं और मैं समय काटने के बाद मैं घर जाऊंगा, बट वो वहाँ पे कुछ कार्य करने के लिए नहीं आता है. उसी प्रकार परमेश्वर भी हमें अंश करके बढ़ाता है. मैं बोलता हूँ लोगों से कि कुछ लोग ऐसे होते हैं, वो बोलते हैं कि मैं तो डायरेक्ट CEO बनूंगा या मैं डायरेक्ट मैनेजर बनूंगा. वो नहीं होता है. हमें परमेश्वर भी और मनुष्य भी अंश करके बढ़ाता है. जो कार्य हमारे हाथों में अभी दिया, जब उसमें हम विश्वास योग्य होते हैं, परमेश्वर हमें और बड़े कार्य सौंपता है. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ദൈവം വേറൊരു വണ്ടി വന്ന് അനുഗ്രഹിച്ച സമയത്ത് ഞാൻ എൻ്റെ ഒരു വണ്ടി ചർച്ചിലെ ഒരു കുടുംബത്തിൽ കൊടുത്തിരുന്നു. അവർക്ക് ചർച്ചിൽ ജോലി ചെയ്യുന്ന ഒരു കിച്ചണിലെ ഒരു സ്റ്റാഫിന് കൊടുത്തിരുന്നു. അവരുടെ
ഞങ്ങളുടെ ഒരു റിലേറ്റീവ് പയ്യനും വരുമായിരുന്നു. അവന് വേറെ ഒരു പണിയില്ല, അവന് ജോലിയും വേലിയും കൂലിയും ഒന്നുമില്ല. അവൻ്റെ ആൻറ്റിക്കും അവർക്കും കൊണ്ട് യൂസ് ചെയ്യാൻ കൊടുത്തതാണ്. പക്ഷെ അവർ വണ്ടി ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോലും തുടയ്ക്കത്തില്ലായിരുന്നു. വണ്ടി എനിക്ക് ഓർമ്മയുണ്ട്, പണിയൊന്നുമില്ല, രാവിലെ വരും, ചുമ്മാ ഇരിക്കും. ചർച്ചിൽ അവർ പണി ചെയ്യും. അപ്പം ഞാൻ അവരോട് പറയും, സിസ്റ്റർ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന നീ വണ്ടി നോക്കത്തില്ല, നിങ്ങൾ തുടയ്ക്കത്തില്ല, ദിവസവും കഴുകത്തില്ല, അതിന് ഒരു യൂസ്ലെസ് ആയിട്ട് കൊണ്ടു നടക്കുക. അപ്പം നമ്മൾ പറയുന്ന സമയത്ത് ചെയ്യും. അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ പണി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നതാണ്. അങ്ങനെ ആർക്കും ഒന്നും കിട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല, കൊടുക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഇപ്പോൾ ചർച്ചിൽ വർക്കും ചെയ്യുന്നില്ല, ഇപ്പോൾ അവർക്ക് ജോലിയും ഇല്ല, അവനും എന്തുവാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ അവർ ഈ തണുപ്പത്തൊക്കെ ബൈക്കിലായിരിക്കും കറങ്ങി നടക്കുന്നത്, ചിലപ്പോൾ സ്വന്തം വണ്ടികൾ പോലും ഇല്ല. കാരണം അവർ ടേക്ക് കെയർ ചെയ്തില്ല. നമ്മളെപ്പോഴും ടേക്ക് കെയർ ചെയ്യണം. ഞങ്ങളിപ്പോൾ ഈ ചർച്ച് ഇരിക്കുന്ന സ്ഥലം വാടക സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ ഒത്തിരി പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നു, പെയിൻറ്റ് ചെയ്യുന്നു, പല പല കാര്യങ്ങൾ ചെയ്ത് ടേക്ക് കെയർ ചെയ്ത് വെച്ചേക്കുക. കാരണം എനിക്കറിയാം ദൈവം നാളെ വരുന്ന ദിവസങ്ങളിൽ വലിയ 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 കോടിക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ബിൽഡിങ്ങുകൾ തരും. ഇപ്പോഴേ നമ്മളത് പഠിക്കുക. സോ പ്രിൻസിപ്പലാണ് ടേക്ക് കെയർ ചെയ്യുക. മറ്റുള്ള ആളുടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങാം. और बीच में जब हमारे पास एक नई गाड़ी आई थी, तो हमारी जो पुरानी गाड़ी थी वो हमने चर्च में एक स्टाफ काम करती थी उनको दिया। वो दूर से आती थी, तो मैंने उनको बोला कि आपका जो उसके साथ एक रिश्तेदार भी रहता, उनको गाड़ी चलाना आता था, तो मैंने बोला आपके पास मैं ये गाड़ी दे रहा हूँ और आप इसी में ऑफिस आया जाया करिए। और मैंने बीच में देखा कि जब मैंने गाड़ी को देखा, गाड़ी ना साफ़ होती थी, ना उसमें डीजल लगता था, कुछ नहीं होता था। और मैंने कई बार उनको बोला कि सिस्टर, ഒന്ന് രണ്ട് പ്രാവശ്യം വണ്ടി ഡീസൽ തീർന്ന് അവിടെ നിൽക്കുകയും ചെയ്തിരുന്നു. അവർ അത്ര ഡീസലിനും പൈസ കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ, പക്ഷെ അതുപോലും നോക്കത്തില്ലായിരുന്നു. വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് പോയി ചെയ്യണമായിരുന്നു. और एक दिन मैंने जब देखा, मैंने उस बहन को बुला के बोला, मैंने बोला सिस्टर आपके लिए गाड़ी जो है एक आशीष के रूप में दिया गया है आपके आने जाने के लिए, बट आप कम से कम इसका देख रेख तो रखिए, आप इसको साफ सफाई कीजिए। और वो जो लड़का था वो खाली बैठा था, उसको कोई काम नहीं था, ना कोई नौकरी था, ना कोई जॉब था, खाली आके बैठा था। वो अपनी कज़न को लेके आता था, यहाँ कज़न जॉब करती थी और वो बैठा रहता था। तो मैंने उस टाइम देखा कि उनको जब एक आशीष मिला और परमेश्वर की ओर से या मेरे हृदय से परमेश्वर ने वो के हाथों में आशीष दिया, वो उसको भी देख रेख नहीं रख सकते थे। वो अलग बात है, कुछ टाइम बाद वो जॉब से भी चली गई और उसके बाद जो गाड़ी था वो भी वापस चर्च में आ गया। आज कहीं ठंड में बाइक में ही घूम रहे होंगे। तो मैं आपको ये बताना चाहता हूँ कि परमेश्वर ने जो थोड़ा आपके हाथों में दिया, जैसे हम जिस कलीसिया में अभी बैठे हैं, जिस जगह में हम बैठे हैं, हम रेंट की जगह में हैं, और तब भी रेंट की जगह में रहने के बावजूद भी हमने पेड़ पौधे लगाए, फूल पत्तियों को लगाया, जहाँ ज़रूरत होती है हम वहाँ पे पेंटिंग कराते हैं। सो हम ध्यान रखते हैं, क्योंकि वचन कहता है जो दूसरों की संपत्ति में विश्वास योग्य नहीं हो सकता, उसको परमेश्वर अपनी संपत्ति नहीं दे सकता। सो हमें समझना है जो परमेश्वर ने हमारे हाथों में दिया, उस संपत्ति के साथ हमें विश्वास योग्य होना है, तभी परमेश्वर हमें अपनी संपत्ति देता है. ദാവൂദ് അല്ലെങ്കിൽ രാജാവ് ഡേവിഡ് രാജാവായി എന്നെല്ലാവരും പറയും. രാജാവാകാൻ എല്ലാവർക്കും താല്പര്യമാണ്, ലീഡറാകാൻ എല്ലാവർക്കും താല്പര്യമാണ്, ബില്യണയർ ആകാൻ എല്ലാവർക്കും താല്പര്യമാണ്, ഹെഡ് പാസ്റ്റർ ആകാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷെ അതിൽ പറയുന്നത് ദാവൂദ് ഒരു സമയത്ത് ആട്ടിടയനായിരുന്നു, ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനായിരുന്നു, ഷെപ്പേർഡായിരുന്നു. സോ അതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ അവരെ എല്ലാം ടേക്ക് കെയർ ചെയ്തു, അവരെ സിംഹവും കരടിയും പുലിയും ഒക്കെ കൊല്ലാൻ വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിച്ചു, അസുഖങ്ങളുള്ളതിനെല്ലാം മാറ്റി സ്നേഹത്തോടെ നിർത്തി, അതിനെ പരിചരിച്ചു. അതുകൊണ്ടാണ് നാളെ ആട്ടിടയിൽ നിന്ന് ജനങ്ങളുടെ ഇടയനായിട്ട് ദൈവം മാറ്റിയത്. നമ്മൾ അറിയുന്ന ജോയ്സ് മേയർ സൺഡേ സ്കൂളിലെ ടീച്ചറായിരുന്നു. 40-42 വയസ്സിലാണ് സൺഡേ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യം ചിലർക്ക് കാണത്തില്ല. ചെറിയ ലെവലുകളിൽ എല്ലാവർക്കും നേരെ പോയി സ്റ്റേജിൽ മൈക്കെടുക്കണം, വർഷിപ്പർ ആകണം, വലിയ വലിയ ലീഡറായി പോകണം, ഇപ്പം തന്നെ നമുക്ക് വലിയ ലെവലുകളിലേക്ക് പോകണം, മെഗാ ചർച്ച് വേണം. പക്ഷേ ഉള്ള കാര്യത്തിൽ വിശ്വസ്യതയോടിരുന്നാൽ ദൈവം അങ്ങേയും കുടുംബത്തെ അനുഗ്രഹിക്കും. हम जब दाऊद राजा के विषय में पढ़ते हैं, हमने सीखा कि दाऊद राजा जो है वो एक नॉर्मल सा चरवाहा था, बट परमेश्वर ने उस चरवाहे को उठाकर एक देश का एक राजा बनाया. बट जब हम पढ़ते हैं, दाऊद राजा जो भेड़ बकरियों को चराता था, वो भेड़ बकरियों की बहुत अच्छी तरह रखवाली करता था. कोई बीमार होता था तो उसकी रखवाली करता था, उसको ध्यान रखता था. सो दाऊद भी जो है वो अपने उस छोटे कार्यों में विश्वास योग्य रहा, इसीलिए परमेश्वर ने उसको एक बड़े राज्य का जो है एक राजा के रूप में उसको खड़ा किया. उसी प्रकार आपने बहन जॉयस मेयर के बारे में सुना होगा, जो दुनिया भर में आज जानी जाती है. उनकी सेवकाई जो है वो संडे स्कूल के बच्चों के साथ शुरू हुई, बट जब वो संडे स्कूल के बच्चों के साथ विश्वास योग्य रही, परमेश्वर ने उनको एक बड़ी कलीसिया उनके हाथों में दिया है. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ വരുന്ന ക്രിസ്മസ് മാസങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഇവാഞ്ചലിസം ചെയ്യാൻ പറ്റിയത്. ഒരു 200-ന് മേളിൽ പുതിയ ആളുകളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്.
ചില ആളുകൾക്ക് ഞങ്ങളൊരു കിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ബൈബിൾ വേണം. ഇതൊരു 300 രൂപയ്ക്ക് അടുത്താണ് ഈ ബൈബിള്. ഞാനൊരു 200 എണ്ണം പാക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അങ്ങേയും കുടുംബവും പറ്റുമെങ്കിൽ ഒരു 10 എണ്ണം സ്പോൺസർ ചെയ്യുക, 20 എണ്ണം സ്പോൺസർ ചെയ്യുക. ഒരു ബൈബിളിൻ്റെ വില 300 രൂപയാണ്. അപ്പം ഞങ്ങൾ ആ കിറ്റിലിടാൻ താല്പര്യപ്പെടുന്നുണ്ട്. ബൈബിൾ എൻ്റെ വിശ്വാസമാണ്, ബൈബിൾ ഒരു ദിവസം ഒരു വീട്ടിലെത്തിയാൽ നാളെ വരുന്ന ദിവസങ്ങളിൽ ആ വീടും കുടുംബവും രക്ഷപ്പെടും. സോ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കും കുടുംബത്തിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഇത് ഏറ്റവും വലിയ ആത്മാക്കളെ നേടാൻ പോകുന്ന ഈ സമയത്തെ അതിനുവേണ്ടി ഞങ്ങളുടെയും കൂടെ ഞങ്ങളുടെ വർക്കുകളുടെയും കൂടെ നിൽക്കുക. എൻ്റെ ഒരു അഭ്യർത്ഥനയായി കാണിച്ച് പറ്റുന്നത് നിങ്ങളെ കുടുംബത്തെയും കൂടി ചെയ്യുക. ചിലപ്പോൾ 5 ബൈബിള്, 10 ബൈബിള്, 20 ബൈബിള് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ അങ്ങേയും കുടുംബത്തെയും. കർത്താവ് അങ്ങേയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കുറച്ച് കീസ് അല്ലെങ്കിൽ പോയിന്റുകളൂടെ ഷെയർ ചെയ്യാനുണ്ട്, അത് അടുത്ത എപ്പിസോഡുകളിൽ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിൽ ഉണ്ട്. അതിൻ്റെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്യുക, ഞാൻ ആ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ദിവസം അങ്ങേയും കുടുംബം ഒരു അനുഗ്രഹം നിറഞ്ഞ ദിവസത്തിലാണെന്ന്. ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലരും ഫോൺ ചെയ്ത് കേരളത്തിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തിരിക്കും, പാസ്റ്റർ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു തരണമേ, ഏത് വേഴ്സ് എടുത്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബത്തുമായി ഷെയർ ചെയ്യുന്നു. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ രോഗശാന്തിക്കായിട്ടുള്ള 21 തിരുവെഴുത്തുകൾ. ഇതിൽ പുറയിൽ എൻ്റെ ഒരു ടെസ്റ്റ് മണിയുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്തുകളും എങ്ങനെ പ്രാർത്ഥിക്കാം, പിന്നെ നിങ്ങളുടെ സ്വന്തം ഡിക്ലറേഷൻസും എങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്ത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള 21 വേഴ്സുകൾ. വളരെ ചെറിയൊരു ബുക്കാണ്, വളരെ ചെറിയ ഒരു കുറഞ്ഞ വിലയ്ക്കുമാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളത് കൊറിയർ ചെയ്യാം, ലോകത്തിൻ്റെ ഏത് കോർണറിലാണെന്നുണ്ടെങ്കിലും. ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഞങ്ങളുടെ മിഷൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനും ഞങ്ങൾ തരാൻ താല്പര്യപ്പെടുന്നു. സോ അഡ്രസ്സ് ഷെയർ ചെയ്യുക, തീർച്ചയായും അയക്കുന്നതായിരിക്കും. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ പലർക്കും ഞാൻ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ വായന അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വായിച്ച്, ബൈബിൾ കർത്താവ് നമുക്ക് വീഡിയോ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, എഴുതി തന്നിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലോട്ട് പതിയും. അതുപോലെ തന്നെ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ ലൈബ്രറിയിൽ ഒരു 250-300 രൂപയുള്ള ബുക്കുകൾ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓഫീസിലും ഒത്തിരി ബുക്കുകളുണ്ട് അടുത്ത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയത് വായനകളിൽ കൂടാണ്. സോ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ഇതൊരു 35-40 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്. അത് എഴുതിയത് തന്നെ ചെറുതായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ അത് ഫിനിഷ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഓരോരോ വചനം എടുത്ത് ഡിക്ലറേഷൻ ചെയ്യാം. എൻ്റെ വിശ്വാസമാണ് അങ്ങേക്ക് കുടുംബത്തിൽ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമായിരിക്കും. അതിനുവേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. ഈ ബുക്കുകളെ ഞാൻ കർത്താവ് തമ്പുരാൻ്റെ കൈകളിലേക്ക് എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബുക്ക് ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കിനെ ഇത് വായിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അസുഖങ്ങൾ വിട്ട് മാറട്ടെ, ഒരു വിടുതലുണ്ടാകട്ടെ, അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി അപ്പാ, നന്ദി യേശുവേ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓണിയും അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ചർച്ചിൻ്റെയും മിനിസ്ട്രിക്കും വേണ്ടിയിട്ടും പാർട്ണറാകുക. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. കർത്താവിൻ്റെ ഒത്തിരി വർക്കുകൾ നോർത്ത് ഇന്ത്യയിൽ അനുഗ്രഹം നിറഞ്ഞ രീതിയിൽ നടക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥനകളും അങ്ങേ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. ബ്ലെസ്സിങ്സ് ഓൺ യു, ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ.